LDF പിടിച്ചെടുത്ത UDFന്റെ ഉരുക്കുകോട്ട 1967 തുടങ്ങിയ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 3 തവണ മാത്രമാണ് ഇടത് നിലമ്പൂരിന്റെ മണ്ണിൽ ചുവട് പടർത്താനായത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം നിന്ന മണ്ഡലം പിന്നീട് പതിറ്റാണ്ടുകളോളം UDFനൊപ്പമായിരുന്നു. എന്നാൽ 2016 ഇടത് തരംഗത്തിൽ മണ്ഡല മനസ്സ് LDFനൊപ്പം ചേർന്നതോടെയാണ് നിലമ്പൂർ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. കോട്ട തിരിച്ചുപിടിക്കാൻ വലത് ക്യാമ്പും വിട്ടുകൊടുക്കാതിരിക്കാൻ ഇടതും പോരിനിറങ്ങുമ്പോൾ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇക്കുറി വീര്യം കൂടും. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മുത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 1967 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ വീശിയത് ചുവപ്പ് കാറ്റായിരുന്നു. K. കുഞ്ഞാലിയിലൂടെ മണ്ഡലം ഇടതിനൊപ്പം നിന്നു. എന്നാൽ 69 കുഞ്ഞാലിയുടെ അരും കൊലയ്ക്കാണ് മണ്ഡലം സാക്ഷിയായത്. നിലമ്പൂരിന്റെ ആദ്യ MLA വെടിയേറ്റ് മരിച്ചു. തുടർന്ന് 1970 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം ഇടതിനെ കൈവിട്ടു. MP ഗംഗാധരനെ സ്വീകരിച്ച മണ്ഡലം 77 80 വലതിനൊപ്പം തന്നെ നിന്നു. എന്നാൽ 82 UDF സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തിയ TK ഹംസ മണ്ഡലം വീണ്ടും ചുവപ്പിച്ചു. 1987 മുതൽ വലതിന്റെ വിജയ കുതിപ്പിനാണ് മണ്ഡലം സാക്ഷിയായത്. 87 മുതൽ 2011 വരെ നിലമ്പൂരിന്റെ മനസ്സ് UDFനൊപ്പം നിന്നപ്പോൾ 6 തവണ തുടർച്ചയായി മണ്ഡലം കീഴടക്കിയ ആര്യാടൻ മുഹമ്മദ് വലതിന്റെ മുന്നേറ്റത്തിന് അടിത്തറപ്പാക്കി. എന്നാൽ 2016 കാര്യങ്ങൾ മാറിമറിഞ്ഞു. സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിച്ച ഇടത് തരംഗത്തിൽ നിലമ്പൂരിലും അടിയൊഴുക്കുകൾ ഉണ്ടായി. ഉറച്ച കോട്ടയിൽ പോരിനിറങ്ങിയ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അടിതെറ്റുകയും ചെയ്തു. ഇടത് സ്വതന്ത്രൻ PV അൻവറിലൂടെ മണ്ഡലം ഇടതിന് സ്വന്തമായി. 47.91% വോട്ടുകൾ നേടിയ അൻവർ മണ്ഡലം വലതിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നതിനാൽ തന്നെ LDFനും UDFനും ഏറെ നിർണായകമാണ് നിലമ്പൂരിലെ ജനവിധി. സംസ്ഥാന സർക്കാരിനോടും CPMനോടും കലഹിച്ചാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. കേരള പോലീസിൽ അഴിമതിക്കാരും കൊട്ടേഷൻ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അൻവർ കലാപക്കൊടി ഉയർത്തിയത്. പിന്നാലെ അൻവർ DMK എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു. കോൺഗ്രസ് കോട്ടയായിരുന്ന നിലമ്പൂർ മുൻ കോൺഗ്രസുകാരനായ അൻവറിലൂടെ CPM പിടിച്ചെടുക്കുന്നത് 2016 പിന്നീട് 2021 അൻവറിലൂടെ നിലമ്പൂർ CPM നിലനിർത്തി. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ട് അൻവറിന് CPMഉം CPMന് അൻവറും അന്യമായി. മണ്ഡലത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM ആയിരുന്നു ജയിച്ചത്. കുഞ്ഞാലി എന്ന ഏറനാടിന്റെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മണ്ഡലം എന്നായിരുന്നു നിലമ്പൂരിന്റെ വിശേഷണം തന്നെ. ഇനി മണ്ഡലത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം പരിശോധിക്കാം. പതിറ്റാണ്ടുകൾക്ക് ശേഷം പിടിച്ചെടുത്ത മണ്ഡലം കൈവിട്ട് കളയാൻ ഇടതിനാവില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. PV അൻവറിന് തന്നെ വീണ്ടും അവസരം നൽകിയ മുന്നണി വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ചിന്തിക്കുന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് മുന്നണിക്ക് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. മണ്ഡലത്തിലെ മുൻകാല ചരിത്രങ്ങളും ഇടതിന് തിരിച്ചടി തന്നെയായിരുന്നു. എങ്കിലും 11,504 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വലതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയ അൻവർ ഇക്കുറി എതിർപാളയത്തിലേക്ക് പോയത് LDFന് ആശങ്കപ്പെടുത്തുന്നുണ്ട്. 2016 ഇടത് തരംഗത്തിൽ കൈവിട്ടുപോയ മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിച്ച് മതിയാകൂ UDFന് എന്നതും വസ്തുതയാണ്. ഉരുക്കുകോട്ടയിൽ 10,000-ലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയം രുചിക്കേണ്ടി വന്നത് മുന്നണിക്ക് ആശങ്ക ഉയർത്തുന്നുമുണ്ട്. നിലമ്പൂരിൽ ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 23 വോട്ടെണ്ണൽ.